45-ാമത് വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ഞാൻ പിതാവിൻ്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തും എന്ന് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളെ കുറ്റം ചുമത്തുന്നവനുണ്ട്, നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ തന്നെ. ഞാൻ പിതാവിൻ്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തും എന്ന് നിങ്ങൾക്ക് തോന്നരുത്. സ്തോത്രം. യേശു കർത്താവ് ഈ ഭൂമിയിൽ എന്തിനാ വന്നത് എന്ന് പറയുന്ന നിരവധി വേദഭാഗങ്ങളുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പുത്രൻ വന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുകയാണ്, പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ അത്രേ ദൈവപുത്രൻ വന്നത്. ഇന്നതിനാ വന്നത് എന്നുള്ള പ്രയോഗമുണ്ട്. എന്നാൽ എന്തിനല്ല വന്നത് എന്ന് ചില പ്രയോഗമുണ്ട്. അതായത് നമ്മൾ വായിക്കാൻ പോകുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം. യേശു എന്തിനാണ് വന്നത്? നിത്യജീവൻ കൊടുക്കുവാൻ, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ, ബദ്ധന്മാരെ വിടുവിപ്പാൻ, ചങ്ങലകളെ പൊട്ടിക്കുവാൻ. ഇതിനൊക്കെ യേശു വന്നത്. പാപങ്ങൾ ക്ഷമിക്കുവാൻ. എന്നാൽ എന്തിനല്ല താൻ വന്നതെന്ന് യേശു തന്നെ പറയുന്നുണ്ട്. കയ്യെ പിടിച്ചു പറ, മതങ്ങൾ വിചാരിക്കുന്ന പലതിനുമല്ല യേശു വന്നത്. യഹൂദമതം ഒരു ഗുരുവിനെ കുറിച്ച്, യഹൂദമതം ഒരു ആത്മീയ ഗുരുവിനെ കുറിച്ച് ചില പ്രതീക്ഷകൾ വെച്ചിട്ടുണ്ട്. പാപിയോടുള്ള ബന്ധത്തിൽ, മറ്റുള്ളവരുള്ള ബന്ധത്തിൽ, മതത്തിൻ്റെ പ്രമാണങ്ങളുടെ, മോശിക മതത്തിൻ്റെ അല്ലെങ്കിൽ മതത്തിൽ വരുന്ന ഒരു ഗുരുവിൻ്റെ രീതി ഇന്നതായിരിക്കും എന്നവർക്കൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ യേശുവിന് മുമ്പ് വന്ന ഒരു ഗുരുവാണ് യോഹന്നാൻ സ്നാപകൻ. പാപം ചെയ്തവരെ അവൻ വിളിച്ചു, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ ഒഴിയുവീൻ. മാത്രമല്ല, അങ്ങനെയുള്ളവരുടെ മുമ്പിൽ വരാൻ പോകുന്ന ഗുരുവിനെ കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തുവിന്റെ മുന്നോടിയായി യോഹന്നാൻ പറഞ്ഞു, വീശുമുറം അവന്റെ കയ്യിൽ ഉണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും, പതിർ കെടാത്ത തീക്കകത്ത് ഇട്ടുകളയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പാപത്തിനെതിരെയും പാപികൾക്കെതിരെയും ആക്രോശിക്കുന്ന ശബ്ദമായിട്ടാണ് പ്രവാചകന്മാരെയും യഹൂദ, ആ പഴയ നിയമത്തിലെ ഏറ്റവും വലിയ വ്യക്തിയായി, ഒടുവിലത്തെ പ്രവാചകനായി അറിയപ്പെടുന്ന യോഹന്നാൻ സ്നാപകനും ജനത്തിന്റെ പാപത്തിനെതിരെ ആക്രോശിച്ച് ന്യായപ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ച അവർക്ക് ശിക്ഷ കൊടുക്കുന്നവരായിട്ടാണ് അവരെല്ലാവരും വെളിപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലെ പ്രവാചകനായ ആമോസിനെ നോക്കിയാലും മറ്റ് പ്രവാചകന്മാർ ഹഗായിയെ നോക്കിയാലും ഒക്കെ നോക്കിയാൽ ജനത്തിന്റെ പാപത്തിനെതിരെ സംസാരിച്ച് അവരെ കറക്റ്റ് ആകുവിൻ, നല്ല വഴി വരുവിൻ എന്ന് ആക്രോശിക്കുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അവര് പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ ഒക്കത്തില്ല. ഒരു ദിവസം ന്യായവിധി ഉണ്ടാവും, പതിരെല്ലാം കെടാത്ത തീയിലിടുകയും ചെയ്യും. പക്ഷെ യേശു വന്നപ്പോഴും ഈ ഗുരു ഒരുപക്ഷെ അപ്രകാരമായിരിക്കും പറയുന്നതെന്ന് പലരും വിചാരിച്ചു. സാധാരണ ഗുരുക്കന്മാരും പ്രവാചകന്മാരും പറഞ്ഞ ഭാഷയായിരിക്കും യേശു പറയുന്നത്. അതുകൊണ്ട് ആ ചിന്താഗതി ഒന്ന് മാറ്റിക്കൊണ്ട് യേശു പറയുകയാണ്, നിങ്ങൾ വിചാരിച്ച കാര്യത്തിനല്ല ഞാൻ വന്നത്. എനിക്ക് മുമ്പേ വന്ന പല ഗുരുക്കന്മാരും പറഞ്ഞതല്ല ഞാൻ പറയാൻ പോകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഒരു ഗുരു എന്നൊക്കെ പറഞ്ഞാൽ, ഒരു പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞാൽ ജനത്തിന്റെ പാപത്തെ ന്യായം വിധിക്കുന്ന വാക്കുകൾ പറയുന്നതായിട്ടല്ലേ നിങ്ങൾക്ക് തോന്നിയത്. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യത്തിനല്ല ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു 3 വാക്യം ഞാനിന്ന് വായിക്കും. ഞാൻ എന്തിനല്ല വന്നത്, നിങ്ങൾ പ്രതീക്ഷിച്ച അതിനല്ല ഞാൻ വന്നത്. അതിൽ ഒന്നാമത്തേത്, നിങ്ങളുടെ കുറ്റങ്ങൾ പറഞ്ഞ് നിങ്ങളെ കുറ്റാരോപണം ചെയ്യുന്ന അവരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ന്യായപ്രമാണത്തിൽ മോശ അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും കുറ്റം ചുമത്തുന്നവരായിട്ടാണ് കണ്ടത്. എന്നാൽ ഞാൻ അതിന് അല്ല വന്നത്. ഇന്ന് രാത്രി യേശുവിടെ ഉയരുകയാണ്.
നിന്നെ സ്നേഹിക്കുന്ന യേശു ഇവിടെ ഉയരുക. ഗുരുക്കന്മാരിൽ ഒരു ഗുരു അല്ല എൻ്റെ യേശു. മത നേതാക്കന്മാരിൽ ഒരു നേതാവല്ല എൻ്റെ യേശു. അവർക്കാർക്കും പറയാൻ കഴിയാത്തതാ എൻ്റെ യേശു പറഞ്ഞത്. അവർക്കാർക്കും ചെയ്യാൻ കഴിയാത്തതാ എൻ്റെ യേശു ചെയ്തത്. അവൻ സാധാരണ ഒരു ഗുരുവല്ല, അവൻ ദൈവം മനുഷ്യനായി വന്നത്. ഒന്നുകൂടെ വായിക്കാം. യോഹന്നാൻ 5:45. ഞാൻ പിതാവിൻ്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തും എന്ന് നിങ്ങൾക്ക് തോന്നരുത്. അങ്ങനെയാണ് നിങ്ങൾക്ക് സാധാരണ തോന്നിയിട്ടുള്ള ഒരു പ്രവാചകനെ കുറിച്ച്, ഒരു ആത്മീയ നേതാവിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നി നിങ്ങളുടെ കുഴപ്പങ്ങളെല്ലാം ചെന്ന് പറയുന്ന ആളായിട്ടാണ്. പക്ഷെ ഞാൻ അങ്ങനല്ല. അടുത്തിരിക്കുന്ന ആൾ പറയാം, നിങ്ങൾ പ്രതീക്ഷിച്ച ആളല്ലേ യേശു. നിങ്ങളെ കുറ്റം ചുമത്തുവാനല്ല ഞാൻ പോകുന്നത്. അടുത്ത വാക്യം, നിങ്ങളെ കുറ്റം ചുമത്തുന്നവനുണ്ട്, നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ തന്നെ. മോശയും യഹൂദ മത നേതാക്കന്മാരും പ്രവാചകന്മാരും എല്ലാം നിങ്ങളെ എന്ത് ചെയ്യും? നിങ്ങളെ കുറ്റം ചുമത്തും. അവർ പറഞ്ഞ തെറ്റാന്ന് പറയാനൊക്കത്തില്ല. അവരെ ഏൽപ്പിച്ച ജോലി അതാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ലോകത്തിലെ പല ചിന്താഗതികളും മനുഷ്യനെ കുറ്റക്കാരനാക്കുമ്പോൾ, ലോകത്തിൽ പലരും തെറ്റുകാരന്റെ തെറ്റുകളെ അക്യൂസ് ചെയ്യുമ്പോൾ, കുറ്റം ചുമത്തുമ്പോൾ, നമ്മുടെ കർത്താവ് മാത്രം എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മുടെ കുഴപ്പങ്ങളെ എടുത്തു കാട്ടുകയല്ല ചെയ്യുന്നത്, നന്മ ചെയ്യാൻ പ്രാപ്തരാക്കുക ചെയ്യുന്നു. ചേർന്നൊരു ഹല്ലേലൂയ പറയുന്നു. ദൈവിക ന്യായവിധി ഉണ്ട്, പാപിക്ക് ശിക്ഷയുണ്ട്, അതിനൊരു സംശയവും വേണ്ട. നിത്യ നരകമുണ്ട്, അന്ത്യ ന്യായവിധിയുണ്ട്. യോഹന്നാൻ സ്നാപകൻ പോലും വന്ന് പ്രസംഗിച്ച അതിനെക്കുറിച്ചാണ്. എന്നാൽ യേശു വന്നത് ന്യായവിധി ഉണ്ടെന്ന് പറയാനല്ല. യേശു വന്നത് പാപിയെ ശിക്ഷിക്കാനുമല്ല. യേശു വന്നത് ഈ പാപിക്ക് ന്യായവിധിയിൽ പെടാതെ ഒരത്ഭുത അവസരം കൊടുക്കാൻ. ഏത് പാപിക്കും, ഏത് പാപിക്കും, വീണ്ടും ഞാൻ പറയാം, ഏത് തകർന്നവനും, സകല മനുഷ്യരും പ്രതീക്ഷ കൈവിട്ടവനും ഒരു വഴി കൊടുക്കുവാൻ, ഒരു പ്രതീക്ഷ കൊടുക്കുവാൻ, അതിനാണ് യേശു വന്നത്. നമുക്ക് വായിക്കാം. അടുത്ത ഒരു വേദഭാഗം നമ്മൾ വായിക്കാൻ പോകുകയാണ്. അതും യോഹന്നാന്റെ സുവിശേഷത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ. എന്തിനല്ല ഞാൻ വന്നത്? ഇത് ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചതെന്ന് യോഹന്നാന്റെ വാക്കുകളല്ല, യേശു തന്നെ വാക്കുകളാണ്. അതിന്റെ മുകൾ ഭാഗത്തുനിന്ന് വായിച്ചു വന്നാൽ മനസ്സിലാവും. ദൈവം തന്റെ പുത്രനായ എന്നെ, യേശു പറയും, ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല. ഒന്നാമത്തേത് കുറ്റം ചുമത്താനല്ല. ഉറക്കെ പറ, കുറ്റം ചുമത്താനല്ല. 2, വിധിപ്പാനല്ല. സാധാരണ ഒരു കേസ് എടുക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? കുറ്റം ചുമത്തും, FIR അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കും. കയ്യെ പിടിച്ച് പറ, കുറ്റപത്രം സമർപ്പിക്കാനല്ല യേശു വന്നതെന്ന് പറ. ഈ കുറ്റപത്രം കോടതി സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ വാദം കഴിഞ്ഞ് അടുത്ത് നടക്കുന്ന പരിപാടിയാണത് വിധി. ഉറക്കെ പറ. യേശു പറയാ, കുറ്റപത്രം സമർപ്പിക്കാനുമല്ല വന്നത്, പിന്നെ കാരണം വിധികർത്താവ് അവനാ. കയ്യെ പിടിച്ച് പറ, നിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ ലോകത്തിൽ ആർക്കും ഒക്കത്തില്ലെന്ന് പറ. ഹലോ ഹലോ, അതിനാ കാര്യമെന്നറിയാവോ? പറയാം. യോഹന്നാൻ 8 എടുത്ത് അതിൻ്റെ ആദ്യ വാക്യം ഒന്ന് വായിച്ചു. ഒന്ന് കയ്യെ പിടിച്ച് പറ, നിന്നെ കുറ്റം പറയാൻ പറ്റിയ ഒരു വിരുദ്ധനും ഈ ലോകത്തില്ലെന്ന് പറ. ഒന്ന് കയ്യെ പിടിച്ച് പറഞ്ഞേരേ. നിന്റെ കുറ്റം സമർപ്പിക്കാൻ പറ്റിയ ഒരു നിഷ്കളങ്കനെ ഈ ലോകത്ത് വന്നിട്ടുള്ളൂ. അവന്റെ പേരേതാ? യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കി എല്ലാവരുടെയും കയ്യിലിരിപ്പ് മോശമാണ്. പിടികിട്ടിയോ?
കയ്യെപ്പിടിച്ച് പറ, നിന്നെ കല്ലെറിയാൻ വരുന്നവരുടെ കയ്യിലിരിപ്പ് മോശമാണെന്നൊന്ന് കയ്യെപ്പിടിച്ച് പറഞ്ഞേ. അതാ പ്രശ്നം. ഈ ലോകത്തിലെ ഒരു പാപിയെയും കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റിയ വേറെ ഒരുവനും ഈ ലോകത്ത് ജനിച്ചിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. ഒരു പാസ്റ്ററുമില്ല, ഒരു തിരുമേനിയുമില്ല, ഒരു അച്ഛനുമില്ല, ഒരു മത നേതാവുമില്ല, ഒരു രാഷ്ട്രീയ നേതാവുമില്ല, ഒരു ജഡ്ജിക്കും ഈ ലോകത്തിൽ ഒരു വേറൊരു മനുഷ്യൻ തെറ്റുകാരനാണ് എന്ന് പറയാൻ അധികാരമില്ല. ഈ ലോക കോടതിയിലൊക്കെ കുറ്റപത്രം സമർപ്പിക്കാമായിരിക്കും, പക്ഷെ നിനക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ ധൈര്യമുള്ള ഒരാൾ പോലും ഇല്ല. നിങ്ങൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? മനസാക്ഷി കുത്തും. പിടികിട്ടുന്നുണ്ടോ? ആ കുത്തിയ ഭാഗം വായിക്കാമോ? വായിക്കാം. യോഹന്നാൻ 8. യേശുവോ ഒലിമലയിലേക്ക് പോയി. അതികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇവര് കുറ്റവും ചുമത്തും, ഇവര് ശിക്ഷിക്കുകയും ചെയ്യും. ആരാ? ഈ വന്ന പുള്ളികള്. ഹലോ, സ്വോത്രം. മുണ്ടിന്റെ മടക്കിക്കുത്തിനകത്ത് കല്ലുമൊക്കെ ഇട്ടോണ്ടാ വന്നിരിക്കുന്നത് ഇവളെ എറിയാൻ. സ്വോത്രം. ഒന്ന് കയ്യപ്പിടിച്ച് പറ, നീ അധികം എറിയാലെന്ന് പറഞ്ഞാല്. ഹല്ലേലൂയ. നീ എറിയാൻ നിന്റെ കൈ പൊങ്ങുകയാലെന്ന് ഒന്നും പറഞ്ഞേര്, ചൊവ്വയൊന്ന് പറഞ്ഞേര്. ഹല്ലേലൂയ. സ്വോത്രം. ഹല്ലേലൂയ. അവിടെ വഴിപ്പണിക്ക് ഇട്ടിരുന്ന മെറ്റിലും ഒക്കെ വാരിക്കൊണ്ടാ വന്ന ഇവളെ എറിയാനേ. സ്തോത്രം. പരസ്യ സ്ഥലത്ത് നിർത്തിയിരിക്കുക. വായിച്ചാട്ടെ. നീ ഇവളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഞങ്ങള് ഇവളെ കുറ്റം ചുമത്തുകയും ഞങ്ങൾ ഇവളെ എന്ത് ചെയ്യുകയും ചെയ്യും? ശിക്ഷിക്കുകയും ചെയ്യും. നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇവരെല്ലാം കൂടി, പുള്ളിക്കാരന്മാരെല്ലാം കൂടി യേശുവിനെ ന്യായാധിപനാക്കുക. കൈവിടുന്ന യഥാർത്ഥ ന്യായാധിപൻ അവൻ തന്നെയാന്ന് പറഞ്ഞു. വായിക്കാം. ഇവളെ വ്യഭിചാര കുറ്റത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. വായിക്കാം. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവിനെ പിടിക്കാൻ നോക്കിയതാ. അടുത്ത വാക്യം. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. പഴയ നിയമത്തിലുള്ളവർക്ക് എഴുതിയിട്ടുണ്ട്, അവൻ അവരുടെ പാപങ്ങളെ മണ്ണിൽ എഴുതി വെച്ചെന്ന്. ഇപ്പൊ ചെല്ല് പറയുന്നത്, കർത്താവ് ഇങ്ങനെ ലിസ്റ്റ് ഇട്ട് എഴുതി എന്നാന്നറിയാം, ഈ എറിയാൻ വന്നവരുടെ പാപമാണ്. പിടികിട്ടുന്നുണ്ടോ? ഒന്ന് കൈ അടുത്തിരിക്കുന്ന ആൾ പറയും, ഏറങ്ങ് നിർത്തിയേക്കാൻ പറ. ഒന്ന് കയ്യപ്പിടിച്ചോടെ. സഭയ്ക്കകത്തെ ഏറെ പറഞ്ഞേ. അവിടെ ഇവിടെയൊക്കെ കുറച്ച് എറിയുന്നുണ്ടല്ലോ, അതെല്ലാം അങ്ങ് നിർത്തിയേര്. നീ ആ വല്ലോരുടെയും പാപം കൊണ്ട് അവിടെ ചെന്നാൽ, എൻ്റെ കർത്താവ് സാറിനെ എഴുതാറില്ല, എഴുതിയെന്ന് ഇവിടെ മാത്രമേ മായ്ച്ചെന്ന് പലയിടത്ത് എഴുതിയിട്ടുണ്ട്. അവൻ നമ്മുടെ അകൃത്യമൊക്കെയും ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചെന്ന് എഴുതിയിരിക്കുന്ന ക്രൂശിൽ. കയ്യപ്പിടിച്ച് നമ്മുടെ കർത്താവിൻ്റെ കേസാണ് ഡസ്റ്ററാ ഉള്ളതെന്ന് പറ. ഒന്ന് പറ. ബ്ലോട്ടിംഗ് പേപ്പറും ഡസ്റ്ററും തൂക്കലും മായ്ക്കലും ഒക്കെ ആരുടെ പരിപാടി? എൻ്റെ കർത്താവിൻ്റെ സ്നേഹം മറയ്ക്കുന്ന സ്നേഹം, പൊറുക്കുന്ന സ്നേഹം, മറക്കുന്ന സ്നേഹം. അവർക്ക് പറഞ്ഞ മറയ്ക്കുന്ന സ്നേഹം. നിന്നെ ആരുടെയും മുമ്പിൽ അവഹേള പാത്രമാക്കാതെ, നിനക്ക് പറ്റിയ അബദ്ധങ്ങൾ നാട്ടുകാരറിയാതെ മറയ്ക്കുന്ന സ്നേഹം. മറയ്ക്കുക മാത്രമല്ല, ഈ ലോകം പുറത്തെന്നൊക്കെ പറഞ്ഞാലും അകം പൊറുക്കുകയല്ല. എൻ്റെ കർത്താവ് നീ പണ്ട് പാപി ആയിരുന്നെന്ന് പറഞ്ഞ ഓർക്കുന്ന പോലുമില്ല. പൊറുക്കുന്ന, മറക്കുന്ന സ്നേഹത്തിൻ്റെ നാഥനായ യേശുവിനൊന്ന് കരം അടിച്ചൊന്ന് വാഴ്ത്തി സ്തുതിക്കാം ദൈവമക്കൾ. ഇതുപോലൊരു രക്ഷകൻ വേറെ ആരോ ഉള്ളത്? നിങ്ങൾ പറ. ഞാൻ ഈ യേശുവിനെ വിട്ട് പോകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ എവിടെ പോകും? ഇതിന് പറ്റിയ ഒരു രക്ഷകൻ ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് പറ. ക്രിസ്ത്യാനിയുടെ ദേവനല്ല, മാനവജാതിയുടെ രക്ഷകൻ. ഓഹോ യേശുവേ, ഇതെന്തൊരു സ്നേഹം, ഇതെന്തൊരു സ്നേഹം. വായിക്കാം.
അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. പിന്നെയും ഈ ലിസ്റ്റ് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് പിടിച്ച് പറ, വെറുതെ എഴുതിക്കരുതെന്ന് പറഞ്ഞേ. മായ്ക്കുന്ന ആളെ കൊണ്ട് എഴുതിക്കരുതെന്ന് പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞേരെ. നീ വല്ലോരുടെയും കുറ്റം പറഞ്ഞാൽ മായ്ച്ചതൊക്കെ എഴുതുമെന്നൊന്ന് പറഞ്ഞേരെ, ഒന്ന് പറഞ്ഞേ. ദൈവമക്കള് മറ്റുള്ളവരെ വിധിക്കരുത്. 10,000 താലന്ത് വെള്ളി ഒരുത്തന് രാജാവ് ക്ഷമിച്ചു കൊടുത്തു. പുള്ളി സന്തോഷമായി. പോയ വഴിക്ക് തനിക്ക് 100 വെള്ളിക്കാശ് തരാൻ ഒരുത്തന്റെ തൊണ്ണയ്ക്ക് കയറി പിടിച്ചു. കൃപ തോന്നിയാ ക്ഷമിച്ച്. പക്ഷെ ആ കൊടുത്ത കൃപ നഷ്ടപ്പെട്ടു. ആഹാ, നീ അത് ചെയ്തോ, ഞാൻ ഇത്രയും നിന്നോട് കൃപ ചെയ്തിട്ട് നീ ക്ഷമിക്കരുല്ലേ? അവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടി തള്ളിയെന്ന്. കൃപ നഷ്ടപ്പെടുമെന്ന് ചില ചോദിക്കാറുണ്ട്. നഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കേസിൽ. കൈപ്പറിച്ച നീ കൃപയാലല്ലേ നിൽക്കുന്നതെന്ന് ചോദിച്ചേ. നിന്നോട് ആരെങ്കിലും പിഴച്ചാലും അങ്ങ് വിട്ടേരെ. അപ്പം നിനക്ക് കൃപ അവിടെ നിലനിന്നോളും. അടുത്ത വാക്യം. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. എല്ലാവരും, മൂത്തവരും പോയി, ഇളയവരും പോയി. എല്ലാവരും കൊള്ളാം. അതുകൊണ്ടാണല്ലോ എറിയാൻ പറ്റാഞ്ഞ്. എല്ലാവരും എന്ത് ചെയ്തു? വീട്ടിൽ പോയി. അടുത്ത വാക്യം. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഇപ്പോൾ ഇതാ ശിക്ഷ വിധിക്കാൻ പ്രാഗൽഭ്യമുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ. അവന്റെ വാക്കൊന്ന് കേട്ട്, ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, പോകുക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. മനസാക്ഷിയിൽ കല്ലിപ്പ് കൂടാതെ പാപിയെ ശിക്ഷിക്കാൻ പ്രാഗൽഭ്യമുള്ള ഒരാളെ ലോകത്തിൽ വന്നിട്ടുള്ളത് ആരാ? യേശു മാത്രം. ബാക്കി ഏത് ജഡ്ജിയുടെയും അകമൊന്ന് ചങ്കൊന്ന് കിലുങ്ങും തെറ്റ് ചെയ്തവനെ പോലും ശിക്ഷിക്കുമ്പോൾ. പക്ഷെ ലോ ആൻഡ് ഓർഡർ അനുസരിച്ച് എന്ത് തെറ്റും കാണിക്കുന്നവനെ അഴിച്ചുവിട്ട നാട്ടിൽ ജീവിക്കാനൊക്കത്തില്ല. അതിനാ പോലീസും പട്ടാളവും ജയിലും ഒക്കെ വെച്ചിരിക്കുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. അവൻ കുറ്റം ചുമത്തുന്നില്ല. ഉറക്കെ പറ. 2, വിധിക്കാൻ കഴിവുള്ള അവൻ എന്ത് ചെയ്യുന്നില്ല? വിധിക്കുന്നില്ല. യോഹന്നാൻ 3:17 ഒരിക്കൽ കൂടെ വായിക്കാം. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല. വിധിക്കാനാണെങ്കിൽ അധികാരം ഇവനേ ഉള്ളൂ, പ്രാഗൽഭ്യവനേ ഉള്ളൂ. പക്ഷെ ഇവനെ അയച്ചെന്തിനല്ല? വിധിക്കാനല്ല. വിധിക്ക് മുമ്പേ ഒരവസരം കൊടുക്കാൻ. വിധിക്ക് മുമ്പേ നിനക്കൊരവസരം കൂടെ തരാൻ കർത്താവ് ആഗ്രഹിക്കുക. വിധിപ്പാനല്ല. വായിക്കാം. ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. എന്തിനല്ല യേശു വന്നതെന്നുള്ളതാണ് 3 വാക്യങ്ങൾ നമ്മൾ പഠിക്കും. 1, കുറ്റം ചുമത്താനല്ല. ഉറക്കെ പറ. 2, വിധിപ്പാനല്ല. ഇനി 3, ശിക്ഷിക്കാനുമല്ല. ശിക്ഷ വിധിച്ചു കഴിഞ്ഞ് പിന്നെ ഏത് കൊടുക്കും? ശിക്ഷ കൊടുക്കത്തില്ല. തൂക്കി കൊല്ലും, എന്തേലും നശിപ്പിക്കുമല്ലോ, കൊല്ലുമല്ലോ. അതിനുമല്ല. നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 56-ാമത്തെ വാക്യം. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല, രക്ഷിപ്പാനത്രേ വന്നത്. രക്ഷിപ്പാനത്രേ വന്നത്. ആ യേശു ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഈ ഒടുവിൽ വായിച്ച വേദഭാഗം ശിഷ്യന്മാരെ യേശുവിനെയും ശമരിയ നാട്ടിൽ കൂടെ കടന്നു പോകാൻ ശമരിയക്കാർ അനുവദിച്ചില്ല. യേശുവിൻ്റെ 2 ശിഷ്യന്മാരായ യോഹന്നാനും യാക്കോബും വന്ന് യേശുവിനോട് ചോദിച്ചു, നാഥ, അവർ നമ്മളെ വഴി നടക്കുവാൻ അനുവദിക്കുന്നില്ല. ഏലിയാവ് ചെയ്തതുപോലെ അവരുടെ മേൽ തീ ഇറക്കി ശിക്ഷ വിധിക്കാൻ അല്പസമയത്തേക്ക് ഞങ്ങൾക്കൊരു അനുവാദം തരാമെന്ന്. അതിന് യേശു കൊടുത്ത മറുപടിയാ, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാന്ന് നിങ്ങൾക്ക് പിടികിട്ടുന്നില്ല. മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല, അവർ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കാനല്ല ഞാൻ വന്നത്. അവരെ രക്ഷിച്ച് തെറ്റ് ചെയ്യാതെ നന്മ ചെയ്യുന്നവരാക്കി മാറ്റാൻ ആ കർത്താവ് ഇന്ന് ഇവിടെയുണ്ട്.